രാവിലെ അജുവിന്റെ കൂടെ അപ്പും ഹോസ്പിറ്റലിലേക്ക് പോയി. ഗൈനക്കോളജി ഡോക്ടറുടെ ടോക്കൺ എടുത്ത് കയറി. പ്രഗ്നന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണോ വന്നത്? അയ്യോ അല്ല ഡോക്ടർ. പിന്നെന്താ പ്രശ്നം? എനിക്ക് ലാസ്റ്റ് പീരിയഡ്സ് ആയിട്ട് ഇപ്പൊ 2 മാസമായി. എന്നിട്ട് ഇതുവരെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? അത് പിന്നെ പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് എല്ലാ മാസവും ആവാത്തതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഡോക്ടർ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സിസ്റ്റർ, ഇവരെ കൊണ്ടുപോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വന്നോളൂ. അപ്പോ സിസ്റ്ററുടെ കൂടെ പോയി ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു വന്നു. അജുവിന്റെ ക്യാബിനിലേക്ക് റിപ്പോർട്ട് കൊടുക്കാം, അത് കിട്ടിയിട്ട് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് ലാബിൽ നിന്ന് പറഞ്ഞു. അപ്പോ നീ ഇവിടെ ഇരിക്കില്ലേ കുറച്ചു സമയം? എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. എങ്കിൽ ഞാൻ ക്യാൻറ്റീനിൽ പോയി ഇരുന്നോട്ടെ അജുവേട്ടാ. നീ ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലേ വന്നത്? ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ എന്റെ വയറ് കുറച്ച് സ്ഥലം വന്നിട്ടുണ്ട്. ഞാൻ പോയി അവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ട് വരാം. കുറച്ചു കഴിഞ്ഞ് അജു കിട്ടിയ റിപ്പോർട്ടും പിടിച്ച് ഡോക്ടറെ കാണാൻ പോകാൻ അപ്പുവിനെ വിളിക്കുകയാണ്. അപ്പുവാണ് ക്യാൻറ്റീനിൽ പോയി കിട്ടിയ സാധനങ്ങളെല്ലാം വലിച്ചു വാരി കഴിക്കുന്ന തിരക്കിൽ ഫോൺ അടിക്കുന്നൊന്നും കേൾക്കുന്ന പോലും ഇല്ല. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? വന്ന് നോക്കുമ്പോ ഉണ്ട് ഒരു കൈ പഴംപൊരി മറ്റേ കൈ പരിപ്പൂടയും പിടിച്ച് മാറി മാറി കളിച്ചു തിന്നുന്നു. അജുവേട്ടന് വേണോ? ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നീ എന്തിനാ വന്നതെന്ന് ഓർമ്മയുണ്ടോ മോൾക്ക്? അതൊക്കെയുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തില്ലേ, ഇനി റിപ്പോർട്ട് കിട്ടുന്നത് വരെ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ തിന്നുന്നത്. അല്ലാതെ നിനക്ക് ആക്രാന്തം ഉണ്ടായിട്ടല്ലേ. വാ ഇങ്ങോട്ട്, റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് സമയം കുറെയായി. അതിനിടയിലാണ് അവളുടെ ഒരു പരിപ്പുടയും പഴംപൊരി. നിന്നെ പോലെ നീയെ കാണും ഈ ഭൂമിയിൽ. പിന്നല്ലാതെ ഞാനൊരു റെയർ പീസല്ലേ അജുവേട്ടാ. എനിക്ക് തന്നെ ഇതിനെ കിട്ടിയല്ലോ എന്നാണ്. അജുവേട്ടന്റെ ഭാഗ്യല്ലേ ഞാൻ. അല്ലാത്തൊരു ഭാഗ്യമായിപ്പോയി എന്റേത്. ഒന്ന് നിർത്തന്റെ അപ്പോ, എനിക്ക് വയ്യ ഇനി നിന്റെ തള്ളു കേൾക്കാൻ. ഓ, സത്യം പറഞ്ഞപ്പോ എന്നെ പുച്ഛാണല്ലേ. സിസ്റ്റർ, റിപ്പോർട്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ. ഇവിടെ ഇരുന്നോളൂ, ഞാൻ വിളിക്കാം. അജുവേട്ട ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നേ? നിങ്ങളുടെ തന്നെ ഹോസ്പിറ്റലും. എന്നിട്ടും എന്താ നമ്മളെ എല്ലാവരും പോലെ ട്രീറ്റ് ചെയ്യുന്നേ? നമ്മളിവിടെ എല്ലാരും പോലെ ആയതുകൊണ്ട്. അപർണ, ചന്ദ്രകുമാർ, അകത്തേക്ക് കയറിക്കോളൂ. വാ, ഇരിക്കും രണ്ടാളും. എന്നാലും നിങ്ങളെ രണ്ടാളുടെയും കാര്യം വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പിന്നില്ലാതെ, ഒരാൾ നിങ്ങളെ കാണാൻ ഒരുപാട് സന്തോഷത്തോടെ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞതുപോലും ഇല്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഡോക്ടർ. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. എന്നിട്ട് രണ്ടാളും പരസ്പരം വീഴ്ച നോക്കുന്നത് കണ്ട് ഡോക്ടറും അവിടെയുള്ള സിസ്റ്ററും ഒന്ന് ചിരിച്ചു. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. നിങ്ങൾ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി കുഞ്ഞിന് 3 മാസത്തിലധികം ആയി. വയറ് വലുതായില്ല എന്നുള്ള സംശയമൊന്നും രണ്ടാൾക്കും വേണ്ട. ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട്, സോ പ്രോബ്ലം ഒന്നുമില്ല. ഇത്രയും നാൾ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും 2 മാസം ആയിട്ടേ ഉള്ളൂ ഡോക്ടർ. അതിനു മുമ്പൊക്കെ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അത് മറന്നു പോയിരിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. അല്ല ഡോക്ടർ, ഞങ്ങൾ എന്നും. അതും പറഞ്ഞ് അത് തുടങ്ങിയപ്പോ അപ്പു പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. എന്താ അപ്പു? എനിക്കൊരു കാര്യം പറയാനുണ്ട് അജുവേട്ടാ. എന്തേ? നമ്മൾ അന്ന് ബാത്റൂമിൽ ഒന്നിച്ചു കുളിച്ചില്ലേ? അതിനുശേഷമുള്ള ആ സമയത്ത് വല്ലാത്തൊരു മൂടായിരുന്നു. അപ്പൊ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തില്ല. ഐപ്പില്ല് വാങ്ങാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് മറന്നു പോയില്ലേ? എന്താണ് ഇപ്പൊ വല്ലതും മറന്നുപോയത് ഓർമ്മ വന്നോ? യെസ് ഡോക്ടർ. അപ്പൊ എന്താണ് ഈ രണ്ടാളുടെയും തീരുമാനം? ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ എങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. എന്താണ് രണ്ടാളുടെയും ജോലിയൊക്കെ? ഡോക്ടർ, ഇത് ഹോസ്പിറ്റൽ ഓണർ വസുദേവ് സാറിന്റെ മോനാണ്. പെട്ടെന്ന് തന്നെ സിസ്റ്റർ പറഞ്ഞു. ആണോ? ഞാൻ കുറച്ചു നാളല്ലേ ആയുള്ളൂ വന്നിട്ട്, അതാ എനിക്ക് അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ. അജയ് വാസുദേവ്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് അപ്പു, ഐ മീൻ അപർണ, ഇപ്പൊ MBA ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഞ്ഞു മതി എന്നായിരുന്നു ആഗ്രഹം. പിന്നെ എന്തു പറ്റി ഇപ്പൊ ആഗ്രഹം തോന്നാൻ? ചേച്ചിക്ക് കുഞ്ഞാവ് ഉണ്ടായപ്പോ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നി. പിന്നെ ക്ലാസ് ഒക്കെ കഴിയാറായി. സോ കുഞ്ഞിനെ നന്നായി നോക്കാനൊക്കെ കഴിയും എന്നുള്ള തോന്നലും ഉണ്ട്. ദെൻ ഓക്കെ, ഞാനിപ്പോ കുറച്ച് വിറ്റാമിൻ ഗുളിക മാത്രമേ തരുന്നുള്ളൂ. എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വരണം, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് വന്നാൽ മതി. പ്രത്യേകം ഓർമ്മിക്കണം, 3 മാസം കഴിഞ്ഞു ബേബിക്ക്. നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതുവരെ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. രണ്ടാളും ഗുളികയൊക്കെ വാങ്ങി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. അപ്പോ ഇപ്പൊ എന്താ തോന്നേ? എനിക്കറിയില്ല അജുവേട്ടാ, എല്ലാരോടും പറയണ്ടേ? എന്തൊക്കെയാണാവോ ഇനി എല്ലാരും കൂടി നമ്മളെ പറയാൻ പോകുന്നത്. രണ്ടാളും നേരെ തറവാട്ടിലേക്കാണ് വന്നത്. നന്ദിനിയും നച്ചുവും കുഞ്ഞും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ടീംസും മാത്രമേ ഉച്ച സമയം ആയതുകൊണ്ട് തറവാട്ടിലുള്ളൂ. ചേച്ചി ഉറങ്ങുവാണോ? പിന്നെ കണ്ണു തുറന്നു വെച്ചല്ലേ ഞാൻ ഉറങ്ങുന്നത്. അപ്പോഴേക്ക് അജുവും വന്നു റൂമിലേക്ക്. എന്താണ് രണ്ടെണ്ണം നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, ഒരു കാര്യം പറഞ്ഞ ഞങ്ങളെ കളിയാക്കരുത്. കാര്യം പറ, എന്നിട്ട് നോക്കാം കളിയാക്കണോ വേണ്ടയോ എന്ന്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞാവ വരാൻ പോകുന്നു. സത്യാണോ? ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ടാണ് വന്നത്. എനിക്കറിയാലോ അജുവേട്ടന് ചേച്ചിയോട് ആദ്യം പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇത് സന്തോഷമുള്ള കാര്യല്ലേ, അതിന് ഞാനെന്തിനാ കളിയാക്കുന്നത്? വേറൊരു കാര്യമുണ്ട്, ബേബിക്കിപ്പോ 3 മാസം കഴിഞ്ഞു. അതെങ്ങനെ? അതൊക്കെ സംഭവിച്ചു പോയി.
എന്നാലും അങ്ങനെ വെറുതെ ഒന്നും സംഭവിക്കില്ലല്ലോ മോളെ. അത് പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ ഞങ്ങളുടെ കൺട്രോള് പോയപ്പോ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തില്ല. ചേച്ചിക്ക് അറിയാലോ എനിക്കാണ് പീരിയഡ്സ് കറക്റ്റ് അല്ലെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്നാലും നിങ്ങൾ രണ്ടും ഒരു സംഭവം തന്നെ 3 മാസം കഴിഞ്ഞിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ. ഇന്ന് ഡോക്ടറും ഇത് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസല്ലേ ആയുള്ളൂ, അതാ ഇങ്ങനെയൊക്കെ ആയത്. ഇനി ഇതിവിടെ എല്ലാരോടും എങ്ങനെ പറയും? മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് രണ്ടാൾക്ക് നല്ലോണം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് അറിയാം ചേച്ചി. പറ്റിപ്പോയില്ലേ, ഇനി എല്ലാം കേട്ടല്ലേ പറ്റൂ. എന്നാലും എനിക്കിത് ഒരുപാട് സന്തോഷമാണ്. രാത്രി നച്ചൊഴിച്ച് ബാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അജു അപ്പു എണീറ്റ് നിന്നു. ഈ വീട്ടിലെ ഒരു കുഞ്ഞാവ് കൂടി വരാൻ പോവുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഡോക്ടറെ കണ്ടു. എന്നിട്ട് എന്താ ആരോടും പറയാതിരുന്നത്? ഉറപ്പിച്ചിട്ട് എല്ലാവരോടും പറയാന്ന് കരുതി. അപ്പു, ഇനി നിന്റെ തുള്ളിക്കളിയൊക്കെ നിർത്തി ശ്രദ്ധിച്ചോളണം. ആദ്യത്തെ 3 മാസം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടല്ലോ. നന്ദിനി ഇത് പറഞ്ഞ് അപ്പുവിനെ ഒന്ന് നോക്കി. ഇത് കേട്ടപ്പോ അജു ഒറ്റ ചിരിയായിരുന്നു. ബാക്കി എല്ലാവരും ഇവൻ ഇത് എന്ത് പറ്റിയെന്നുള്ള ചിന്തയിൽ. നിനക്കെന്താ അജു, സീരിയസ് ആയിട്ടല്ലേ നന്ദിനി പറഞ്ഞത്? അതിനിങ്ങനെ ചിരിക്കുകയാണോ വേണ്ടത്? അത് പിന്നെ അമ്മ, ഞാൻ ആന്റി പറഞ്ഞു കേട്ടുകൊണ്ടല്ല ചിരിച്ചത്. പിന്നെ അപ്പുവിന് ഓൾറെഡി 3 മാസം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും? അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഇനി എന്തിനാ കഴിഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്? ഡി, ഇതെന്താ തമാശ ആണെന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? അങ്ങനെ അല്ല അമ്മ, എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ. സോ ഒരു കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി. എന്നാലും 3 മാസം എന്നൊക്കെ പറയുമ്പോ നിനക്ക് വയറൊന്നും കാണാനില്ലല്ലോ. ഛർദിയും ക്ഷീണവും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എനിക്കതൊന്നും ഇല്ലാത്തതാണോ അമ്മയുടെ വിഷമം? എന്റെ നന്ദിനി, നീ അതൊക്കെ വിട്. ഇത് സന്തോഷിക്കേണ്ട കാര്യല്ലേ. അച്ഛൻ പറഞ്ഞാ ശരി. അമ്മയ്ക്ക് അതിനിടയിൽ പോലീസിനെ പോലെ ചോദ്യം ചെയ്യാനാണ് തിരക്ക്. ഡി, എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലോ. ഓ പിന്നെ ഞാനേ ഗർഭിണിയാണ്. ഇനി എന്നെ പണ്ടത്തെ പോലെ വഴക്കു പറയാനൊന്നും പറ്റില്ല. എന്റെ ദൈവമേ, ഇവളാണല്ലോ ഇനി ഒരു കുഞ്ഞിനെ നോക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക്. എങ്കിലേ അമ്മ ആലോചിക്കാതിരിക്കും. അല്ല പിന്നെ. നന്ദിനി, നീ പോയി മോൾക്ക് എന്തെങ്കിലും മധുരം കൊടുക്ക്. നന്ദിനി അത് കേട്ട് അടുക്കളയിലേക്ക് പോയി. താങ്ക് യു മുത്തശ്ശി, എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന്. ഇനിയെങ്കിലും നീ ഒന്ന് എല്ലാ കാര്യവും ശ്രദ്ധിക്കാപ്പോ. നന്ദിനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. അതാ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. അല്ലാതെ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. എനിക്കറിയാം മുത്തശ്ശി, ഞാൻ ഇനി നല്ലോണം ശ്രദ്ധിച്ചോളാം. പിന്നെ അജുവേട്ടനെ എന്നെ നോക്കില്ലേ? അവന് പിന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ. ശിവേട്ടനും കൂടി ഇനി ഒന്നും പറഞ്ഞു തുടങ്ങല്ലേ. ഞാൻ എന്റെ അനിയത്തിക്കുട്ടി ഒന്നും പറയുന്നില്ല പോരെ. എന്നോടിപ്പൊ കുറച്ചുകൂടി ഇഷ്ടം കൂടിയ പോലെ ഉണ്ടല്ലോ ശിവേട്ടാ. നിന്നോട് എനിക്ക് എപ്പോഴും ഇഷ്ടമുണ്ട് മോളെ. ഇപ്പൊ കുഞ്ഞാവേം കൂടി ഉള്ളോണ്ട് കുറച്ചുകൂടി എന്ന് മാത്രം. കുറെ സമയം വൈകിയത് കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. രാത്രി പോണോ വാസുദേവ? ഇന്നിവിടെ കിടന്നൂടെ? എന്റെ മുത്തശ്ശിയെ, എനിക്കൊരു കുഴപ്പമില്ല. ആകെ 5 മിനിറ്റ് പോലും ഇല്ലല്ലോ നടക്കാൻ. ഞാൻ നാളെ രാവിലെ വരാം. ഇനി മുതൽ എനിക്ക് ഫുൾ റെസ്റ്റ് ആണല്ലോ. നീ ഒന്ന് അടങ്ങിയിരുന്നാ മതി എന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. നന്ദനും നാൻസി അവരുടെ വീട്ടിലേക്ക് പോയി. അജുവും മുത്തശ്ശനും മുത്തശ്ശിയും വാസുദേവനും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോ ആണെങ്കിൽ സീതയുടെ ചുമലിച്ചാരി കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അമ്മയ്ക്ക് എന്നെ ഉപദേശിക്കുക ഒന്നുമില്ലേ? എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതോ സിനിമയിൽ സുരാജ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഞാൻ ട്രൈ ചെയ്തു, അതിലമ്മയുടെ മോൻ വീണു, അത്രേ ഉള്ളൂ. നീ ഇത്രയും ഭയങ്കരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇനി എന്തൊക്കെ അറിയാതിരിക്കുന്നു. ഞാൻ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ആർക്കും അറിയില്ല അമ്മ. അതാ. അപ്പുകൂട്ട, മതി, ഒരു മയത്തിലൊക്കെ തള്ളിയാ മതി. ഇപ്പോഴാണ് നിനക്ക് ഈ പേരിട്ടതിന്റെ കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായത് മോളെ. അമ്മേ, എന്റെ പേര് അപർണ ചന്ദ്രകുമാർ എന്നല്ലേ? എല്ലാരും കൂടി അപ്പു എന്ന് വിളിച്ച് എന്നെ ഒരു കോമഡി പീസാക്കി. പോട്ടെ മോളെ, വിട്ടേക്ക്. ഇവർക്കൊക്കെ പണ്ടേ മനസ്സിലാക്കണം നീ വലുതാകുമ്പോ ഒരു അപ്പുക്കുട്ട ആവുമെന്ന്. അതാ പണ്ടേ കറക്റ്റ് പേര് തന്നെ ഇട്ടത്. എന്റെ അമ്മേ, എന്നെ ഇങ്ങനെ ഇട്ട് കൊല്ലാതെ. ആകെയുള്ള ഒരു മോന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിൽ. ആ ഒരു സ്നേഹം കാണിക്കേ. എന്നാലേ എനിക്ക് ആകെയുള്ള മോനേക്കാളും ഇഷ്ടം ഈ അപ്പുക്കുട്ടനെയാണ്. സത്യമാണല്ലോ, നാളെ ഇനി മാറ്റി പറയരുത്. എനിക്ക് പണ്ടേ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ദൈവം തന്നത് ഒരു ആൺകുട്ടിയായിപ്പോയി. ആദ്യമൊക്കെ ഒന്നുകൂടി പ്രസവിക്കാം എന്നൊക്കെ കരുതിയതാണ്. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? ഞങ്ങൾക്ക് അവിടെ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ. ഞാനും നാൻസി മാറി മാറി ലീവ് എടുത്തിട്ടാണ് അജുവിനെയും നച്ചുവിനെയും നോക്കിയിരുന്നത്. ഞങ്ങൾ രണ്ടാളും അവർക്ക് രണ്ടാൾക്കും മുലപ്പാൽ പോലും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, അതുകൊണ്ടാണ് അവര് തമ്മിൽ ഇത്രയും സ്നേഹവും അടുപ്പമൊക്കെയെന്ന്. എന്തോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ കൂടി നല്ല രീതിയിൽ നോക്കാൻ കഴിയുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. തിരക്കൊക്കെ കുറഞ്ഞ് ഞങ്ങളൊന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആഗ്രഹമൊക്കെ പോയി. നച്ചു ഞങ്ങളുടെ മോളല്ലെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നുള്ളത് ഒരു കാരണമാണ്. എന്നാലും ഇപ്പൊ വേണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഇനി വയസ്സാം കാലത്ത് എന്നെ തന്നെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അജു അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ പതിവ് പോലെ മുത്തച്ഛനെയും മുത്തശ്ശിയെ അപ്പൂനെയും തറവാട്ടിക്കൊണ്ടാക്കി. പഴയതുപോലെ അപ്പൂനെ വിട്ട് അവൾ ഒന്നും ശ്രദ്ധിക്കില്ല എന്നുള്ള നന്ദിനിയുടെ പേടി കാരണമാണ് ഈ ഏർപ്പാട്.
താറവാട്ടിൽ എത്തിക്കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം കുഞ്ഞാവയെ കളിപ്പിക്കലും ഭക്ഷണം കഴിക്കലുമാണ് ആളുടെ പണി. ശോ, കുറച്ച് മുമ്പേ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ കിടക്കായിരുന്നു അല്ലേ ചേച്ചി? എന്റെ അപ്പോ, നിനക്ക് എന്തൊക്കെ തോന്നലുകളാണ്. ചേച്ചിക്ക് എന്താ പ്രഗ്നന്റ് ആയ സമയത്ത് വെറൈറ്റി ഫുഡിനോടൊന്നും ആഗ്രഹമില്ലായിരുന്നത്? എനിക്ക് ഇടയ്ക്ക് തോന്നുന്നതൊക്കെ ദേവേട്ടനും അജുവൊക്കെ വാങ്ങിത്തരുന്നത് നിനക്ക് ഞാൻ തന്നതല്ലേ? അങ്ങനെയല്ല, നമ്മൾ ഈ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പ്രതികാരം വിടാൻ നല്ല ചാൻസ് ആണ് ഈ സമയത്ത് ഞാൻ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ട്. എങ്കിലേ ആ കഥ എഴുതിയ ആൾക്ക് സ്വന്തം ഭർത്താവിനോട് നല്ല ദേഷ്യം ഉണ്ടാകും. എനിക്ക് എന്റെ ദേവേട്ടനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കൂ, അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണൊരു സൈക്കോ ആവും. അതെന്താ, ഭർത്താവും ഭാര്യയും ഒരുപാട് ആഗ്രഹിച്ചിട്ടല്ലേ ഒരു കുഞ്ഞ് അവർക്കിടയിലേക്ക് വരുന്നത്? ആ സമയത്തൊക്കെ പ്രതികാരം വിട്ടാ യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് പിന്നെ നോർമൽ ആൾ എന്തായാലും ആവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇമാതിരി കഥകളൊക്കെ വായിച്ചിട്ടാണ് നിനക്ക് ഓരോ വെറൈറ്റി ഐഡിയ ഒക്കെ തലയിൽ വരുന്നത്. എപ്പോഴാണാവോ നിന്റെ ഈ കഥാകാരിയൊക്കെ ഭർത്താക്കന്മാരൊക്കെ കൂടി തല്ലി കൊല്ലുന്നത്? നല്ല കഥയൊക്കെ ഉണ്ട് ചേച്ചി, എനിക്കൊന്നും കേൾക്കണ്ട നിന്റെ കഥ. മനുഷ്യനിവിടെ എങ്ങനെയും ഈ കുളിയും നനയും കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങാൻ നോക്കുന്നു. അപ്പോഴാണ് അവളുടെ ഓരോ മണ്ടൻ കഥകളും കൊണ്ട് വരുന്നത്. ഒരു ദിവസം എന്റെ കഥയിലെ ഐഡിയ കൊണ്ടാണ് ചേച്ചിക്ക് ഫസ്റ്റ് നൈറ്റ് കിട്ടിയതെന്ന് മറക്കരുത് ചേച്ചി. ഒന്ന് പതുക്കെ പറ അപ്പോ, ആരെങ്കിലും കേട്ടാ നമ്മൾ രണ്ടാളും നാണം കിടും. ഞാൻ സമ്മതിച്ചു പോരെ, നിന്റെ കഥയും കഥാകാരിയും ഒക്കെ നല്ലവരാണെന്ന് പോരെ? അങ്ങനെ വഴിക്ക് വാ, എന്നെ പുച്ഛിച്ച ഞാൻ കേൾക്കും, പക്ഷെ കഥയെ പറഞ്ഞ ഞാൻ ശ്രമിക്കില്ല. ഓ, ഇവളെയൊക്കെ എങ്ങനെയാ എന്റെ അജ്ജു സഹിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനി എന്തേലും പറഞ്ഞ പലതും വിളിച്ചു പറഞ്ഞ് എന്നെ കൂടി നാണം കെടുത്തു ഈ പെണ്ണ്. സോ മിണ്ടാതിരിക്കാൻ, കുറച്ച് കഴിയുമ്പോ പൊക്കോളും. നച്ചു മെല്ലെ ഉറങ്ങിയതുപോലെ കണ്ണടച്ചു കിടന്നു. അങ്ങനെ നച്ചുവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ നാളെയാണ് കുഞ്ഞുവാവയ്ക്ക് 3 മാസം തികയുന്നത്. പേരുവിളി, നൂലുകെട്ടും എല്ലാം കൂടി വലിയൊരു ചടങ്ങാണ് എല്ലാരും കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ചേച്ചി, കുഞ്ഞാവയ്ക്ക് എന്താ പേടുന്നതെന്ന് ശിവേട്ടൻ പറഞ്ഞോ? സർപ്രൈസ് ആണെന്നാ പറഞ്ഞത്. നാളെ വിളിക്കുമ്പോ കേട്ടാ മതി പോലും. ഷോ, അറിയാഞ്ഞിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. രാവിലെ എഴുന്നേറ്റ് നച്ചു കുളിച്ച് സെറ്റ് സാരിയും ആഭരണങ്ങളും ധരിച്ച് റെഡിയായി. കുഞ്ഞിനെയും കുളിപ്പിച്ച് ഒരു കസവുമുണ്ടൊക്കെ ഉടുത്തു കൊടുത്തിട്ടുണ്ട് മുത്തശ്ശി. ശിവ നച്ചുവിന് സാരിക്ക് മാച്ചായ ഷർട്ടും മുണ്ടുമാണ് ഇട്ടത്. മുറിയിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങിയ നച്ചുവിനെ കണ്ട് ശിവ വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ടാണ് അപ്പു അങ്ങോട്ട് വന്നത്. എന്റെ ശിവേട്ടാ, ചേച്ചി ഒരു പ്രസവം കഴിഞ്ഞ് എണീറ്റതേ ഉള്ളൂ. ഇങ്ങനെ നോക്കി വീണ്ടും ഗർഭിണിയാക്കരുത്. നിന്നെ അജു അപ്പൊ നോക്കിയാണോ മോളെ ഗർഭിണിയാക്കിയത്? ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ ഏട്ടാ, ആകെ കൈവിട്ട് നിൽക്കുവാണെന്ന് ഞാനും ഓർത്തില്ല. വെറുതെ കയറി ചൊറിഞ്ഞു. നിനക്കൊന്നും പോരാ, പിന്നെ ഞാനൊരു ഗർഭിണിയല്ലേ എന്ന് കരുതിയാണ് വെറുതെ വിടുന്നത്. ചേച്ചിയെ വായി നോക്കുന്നത് ഞാൻ കണ്ടത് ആരോടെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാണ് എന്ന് എനിക്ക് അറിയാം. നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ മോളെ? എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നതുകൊണ്ട് ചോദിച്ചു പോയതാ. എനിക്കെന്തോ ശിവേട്ടൻ ഇങ്ങനെ കളിയാക്കുമ്പോ ഒരു മനസ്സുഖമാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഭാര്യ ധൈര്യമായി നല്ലോണം നോക്കിക്കോ, ആരും ഇല്ല ഇവിടെ. നിന്നേക്കാൾ വലിയ പാരൊന്നും ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. വിളിച്ചവരൊക്കെ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. ജോത്സ്യം കുറിച്ചു കൊടുത്ത മുഹൂർത്തമായപ്പോ ശിവയെ നച്ചു നിലത്തേക്കിരുന്ന് കുഞ്ഞിനെ മടിയിലിരുത്തി. അരയിൽ ഒരു സ്വർണ്ണ അരഞ്ഞാണം കെട്ടി കഴുത്തിൽ മാലയും ഇട്ടു. ശിവ കുഞ്ഞിന്റെ ചെവി പേര് വിളിക്കും. നൈതിക് ശിവദേ എന്ന് 3 തവണ ശിവ കുഞ്ഞിന്റെ ചെവി പതുക്കെ വിളിച്ചു. നച്ചു, എങ്ങനെയുണ്ട് പേര്? എന്റെ പേര് ലാസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് നിന്റെ പേരിന്റെ ആദ്യാക്ഷരം കൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു. എനിക്കിഷ്ടായി ദേവേട്ടാ. ഞാൻ നിന്റെ അഭിപ്രായം ചോദിക്കാത്തതുകൊണ്ട് ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും ദേവേട്ടെ? ഇനി അടുത്ത കുഞ്ഞിന് പേരിടാനുള്ള ചാൻസ് നിനക്ക് തരാം, അത്ര തന്നെ. അയ്യടാ, എന്താ ഒരു ആഗ്രഹം! ഇതിനിടെ കൂടി അങ്ങനെ ഒരു കാര്യം കൂടി നടത്താൻ നോക്കല്ലേ മോനെ. ഓ, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. പിന്നീട് അങ്ങോട്ട് എല്ലാവരും കുഞ്ഞിന് കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൊടുക്കലും ഫോട്ടോ എടുക്കലുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞു ചൂട് ആൾക്കാരെയൊക്കെ കണ്ട് കരയാൻ തുടങ്ങി. നച്ചു വേഗം കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് വന്നു. ഇന്നു മുതൽ നച്ചുവിനെയും കുഞ്ഞിനെയും മുകളിലെ മുറിയിലേക്ക് മാറാൻ മുത്തശ്ശി അനുവദിച്ചതിന്റെ സന്തോഷത്തിലാണ് ശിവയും നച്ചു. കുഞ്ഞിനെ കിടത്താനായി തൊട്ടിലൊക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് മോളെ എനിക്കൊരു ആശ്വാസമായിരുന്നു. നീയും ഞാനും നമ്മുടെ കുഞ്ഞും ഈ റൂമിൽ എത്ര നാളായെന്നറിയോ? ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ശിവ നച്ചുവിനെ തന്നോട് ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടന്നു. ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ള സുഖമൊന്നും ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഇല്ല നച്ചു. എനിക്ക് ദേവേട്ടന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പലപ്പോഴും രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച പിന്നെ ഒന്നും ഓർമ്മയില്ലാത്ത പോലെയുള്ള ഉറക്കം വരും. ആദ്യ ദിവസം നിന്റെ കരച്ചിലും ബഹളവും ഒക്കെ ഞാൻ കേട്ടിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വരാറേയില്ല. എനിക്ക് വയ്യായിരുന്നു അതൊന്നും കേൾക്കാൻ. ആദ്യമൊക്കെ എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത ചൂടായിരുന്നു വെള്ളത്തിന്. പിന്നെ ഒക്കെ ശീലമായി. അപ്പൂന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക്. മുത്തശ്ശിയുടെ അടുത്ത് അവളുടെ കളി ഒന്നും നടക്കില്ല. എങ്ങനെയും സഹിച്ചിരുന്നോളൂ. നല്ല രീതിയിൽ കുഞ്ഞാവെ അവളെയും കൂടി കണ്ടാലേ ഇനി എനിക്ക് സമാധാനം ഉണ്ടാകും. ഇപ്പൊ ഏകദേശം 5-ാം മാസം ആയില്ലേ. ഇനി ആകെ 4 മാസത്തോളം ഉള്ള കാത്തിരിപ്പ് കഴിഞ്ഞ് ഒരു വാവ കൂടി വരും അല്ലേ ദേവേട്ടാ? നീ അതൊക്കെ ചിന്തിച്ച് ഉറങ്ങാതിരിക്കല്ലേ. പിന്നെ അതിനും മുത്തശ്ശി എന്നെയാവും വഴക്ക് പറയുന്നത്.